ഹലോ മെഡിയോസ്. അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെയെങ്കിലും ഔദാര്യം പറ്റി ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഗതികേട് തന്നെയാണ്. പക്ഷേ മറിച്ച് നമ്മൾ ആരുടെ ഔദാര്യമാണോ പറ്റിയത് ആ കാര്യം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അതിനെ തുടച്ചു മാറ്റി അവരത് മറന്നേ പോയി എങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇത് മറക്കാതെ തുടരെ വിളിച്ചു പറയേണ്ടി വരിക, അത് നമ്മൾ കേൾക്കേണ്ടി വരിക, അത് നമ്മുടെ നിർഭാഗ്യം മാത്രമല്ല നമ്മുടെ വിധി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാൻ വെച്ചാൽ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. ഒരു മെക്കാനിക്കായ ചേട്ടൻ, അപ്പോൾ ആ ചേട്ടൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടറിൽ ഒരു അപ്പാപ്പം വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നിട്ട് ചോദിച്ചു, നീ എൻ്റെ മോൻ്റെ കയ്യിൽ വണ്ടി ശരിയാക്കാൻ എത്ര രൂപയുടെ വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടാ 750 രൂപ, അതിൽ 700 രൂപയ്ക്ക് സാധനം വാങ്ങി 50 രൂപയാണ് ഞാൻ പണിക്കാശായിട്ട് എടുത്തത്. പക്ഷേ അപ്പോൾ അപ്പോഴത്തേക്ക് ചൂടായിട്ട്, നീ ഉണ്ടല്ലോ, നീ ഈ പണി ചെയ്യുന്നത് ഞങ്ങളുടെ ഔദാര്യത്തില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ വിറ്റ് തന്നുകൊണ്ടല്ലേടാ നീ ജീവനോടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ്, ചുമ്മാ അല്ല നീ ഒരു ഗതികേട് നിനക്ക് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാപ്പ സ്കൂട്ടർ എടുത്ത് പോയത്. അപ്പോൾ മറ്റൊരാൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത്, വണ്ടി ശരിയാക്കാനായിട്ട് കൊണ്ടുവന്ന് മറ്റൊരാൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് അറിയത്തില്ല ഇദ്ദേഹത്തിന്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ അത് ചേട്ടാ എനിക്ക് ഹാർട്ടിന് വലിയൊരു സർജറി ഉണ്ടായിരുന്നു, അത് നടത്താനുള്ള ഓപ്പറേഷനുള്ള പൈസ ഉണ്ടായില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ പിരിവിട്ടിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതുകൊണ്ടാണ് ഞാനിന്ന് ജീവനോട്. പക്ഷേ ഇപ്പം തോന്നുന്നുണ്ട് ഞാൻ ജീവനോട് ഇരിക്കേണ്ടിയിരുന്നില്ല, മരിച്ചാൽ മതിയായിരുന്നു. അത്രയ്ക്കാണ് ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നും അറിയാത്ത ഒരു ചേട്ടൻ അറിഞ്ഞുകൊണ്ട് കാശ് കൂടുതൽ കൊടുത്തു. പക്ഷേ എപ്പോഴും അതാണ് നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മളെ അറിയാത്തവർ നമ്മളെ ഒരിക്കലും കളിയാക്കുകയില്ല, നമ്മളെ വേദനിപ്പിക്കുകയില്ല. കാരണം നമ്മളെ അവർക്ക് അറിയില്ല. പക്ഷേ അറിയുന്നവർ മാത്രമേ നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുള്ളൂ, നമ്മളെ കളിയാക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കേണ്ടത്. നമ്മളെ അറിയാത്തവർക്ക് എന്തും നമ്മൾ പറയാം, നമ്മൾ അവർക്ക് അറിയില്ല. പക്ഷേ അറിയുന്നവർ പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും, അവരാണ് പറയാൻ പാടില്ലാത്ത. അപ്പോൾ എന്താണെങ്കിലും ഒരാളുടെ ഔദാര്യം നമ്മൾ സ്വീകരിക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാതെ ഇരിക്കുക. ഈവൻ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ വിധിയാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അത് വിളിച്ച് പറയാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നീട് ഒരു വേദന ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി വേറൊരു സംഭവം ഉള്ളത്, ആർക്കെങ്കിലും നമ്മളൊരു ഔദാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് തീരുമാനിച്ചാൽ, അബദ്ധത്തിൽ പോലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് മനസ്സിൽ നിന്ന് എടുത്തങ്ങ് കളയണം, അതങ്ങ് മറക്കണം. അത് മനസ്സിലിട്ട് ഒരിക്കലും നടക്കരുത്. കാര്യം അതൊരു മോശമായിട്ടുള്ള കാര്യം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലിട്ടേക്കരുത്, അത് മറന്നു കളയണം. അത്രേ ഉള്ളൂ. കാര്യം അതങ്ങനെ മനസ്സിലിട്ട് നടക്കുന്നത് തന്നെ ആരെയാണോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഔദാര്യം നമ്മൾ ചെയ്തു കൊടുത്തത് അവരെ അത് വല്ലാതെ വേദനിപ്പിക്കും, നമ്മളത് മനസ്സിലിട്ട് നടന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെയ്യാനേ പോകരുത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മനസ്സിലിട്ടേക്കും ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ശരി, ഔദാര്യം പറ്റി ജീവിക്കാതെ നോക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക. പിന്നെ ഈ എന്താ പറയുക, അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഷുറൻസ് ഇതിനൊക്കെ പാക്കേജ് ഉണ്ട്. അവർ കുറച്ച് അസുഖങ്ങളുടെ ലിസ്റ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള അസുഖം നമുക്ക് വന്നില്ലേ, നമ്മൾ അടച്ച പൈസയും പോയി, ഇൻഷുറൻസ് നമുക്ക് കിട്ടത്തുമില്ല. അപ്പോൾ പറയാൻ പറ്റും ആ അസുഖം തന്നെയാണ് നമുക്ക് വരുന്നതെന്ന്. ചിലപ്പോൾ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട ഒന്നും ആയിരിക്കില്ല. ആന്തരിക അവയവങ്ങളിൽ വരുന്ന എന്തെങ്കിലും ഒരു ഭയങ്കര വലിയ അസുഖമോ അല്ലെങ്കിൽ വലിയ ഓപ്പറേഷനൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇൻഷുറൻസ് എന്ന് പറയും. ഇൻഷുറൻസ് അങ്ങനെ നമുക്ക് 100% ഉപകാരം ചെയ്യുന്ന സംഭവമല്ല. അവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള അസുഖങ്ങൾ തന്നെ നമുക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട. പിന്നെ നമ്മളായിട്ട് നമുക്ക് എന്തെങ്കിലും വരും, ആ സമയത്ത് നമുക്ക് ഇറക്കേണ്ടി വരാതിരിക്കും. നമ്മളൊരു സേവിങ്സ് ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞ ഈ ഔദാര്യത്തിൻ്റെ കാറ്റഗറിയിൽ അപ്പോൾ അത് വരില്ല. പറ്റുമോ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ മനുഷ്യൻ്റെ സാഹചര്യങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ.